നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ നമ്മുടെ നാടും നഗരവും കേരളം ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഓണത്തിന് ഓരോ ആളുകൾക്കും അവർക്ക് ഓണത്തിനുള്ള അലവൻസുകൾ, ഓണത്തിനുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. നാളെ മുതൽ പെൻഷൻ കൊടുത്തു തുടങ്ങും. വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, അതുപോലെ തന്നെ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കുള്ള പെൻഷൻ, അങ്ങനെയുള്ള ക്ഷേമ പെൻഷനുകൾ, ആശാ വർക്കർമാർക്ക്, അതുപോലെ തന്നെ ഓണക്കിറ്റുകൾ, അങ്ങനെ പ്രഖ്യാപനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയുണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം പ്രഖ്യാപിക്കുമ്പോഴും അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും പോയോ എന്നല്ല, പോയി. ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ, വൃക്ക, കരൾ, അതുപോലെ മാരകമായ കിടപ്പ് രോഗികളായ ആളുകൾക്ക് അവർക്ക് കൊടുക്കാനുള്ള സമാശ്വാസ പെൻഷനുണ്ട്. പെൻഷൻ എന്നല്ല ഇതിന് പറയാം, സമാശ്വാസം എന്ന് പറയുന്ന ഒരു തുക. ആ തുക കൊടുക്കാൻ ഈ നാട്ടിലെ എല്ലാ പക്ഷിമൃഗാദികൾക്കുൾപ്പെടെ ഓണം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ പ്രഖ്യാപനങ്ങളും നടത്തുമ്പോൾ ദിവസവും പ്രയാസം അനുഭവിക്കുന്ന, രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി, കുടുംബത്തെ പുലർത്താൻ വേണ്ടി, മരുന്ന് വാങ്ങാൻ വേണ്ടി, അതിനിടയിൽ തങ്ങളുടെ മക്കളെയും മറ്റ് ആളുകളുടെ ഒപ്പം നമുക്കും ഒന്ന് ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് എങ്ങനെ ഓണം ആഘോഷിക്കുമെന്ന് ആകുലപ്പെടുന്ന പതിനായിരക്കണക്കിന് വരുന്ന നിർധനരായ രോഗികളുണ്ടായിരുന്നു. അവരെ മറന്നുപോയി. അവർക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും പ്രഖ്യാപിക്കണ്ട. അവർക്ക് അർഹതപ്പെട്ട, അവർക്ക് കൊടുക്കാനുള്ള സമാശ്വാസം എന്ന് പറയുന്ന ആ ആശ്വാസത്തിനുള്ള ആ ഒരു ആശ്വാസ തുക ഒരു ഗവൺമെൻറ്റും പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പൂക്കി മുഖ്യമന്ത്രിയായാലും പോയ മുഖ്യമന്ത്രിയായാലും, പോക്കിയായാലും വാക്കിയായാലും അത് പ്രഖ്യാപിക്കാതെ രോഗികൾക്ക് പെൻഷൻ കൊടുക്കാത്തതിൽ പ്രക്ഷോഭവും അതുപോലെ തന്നെ പ്രചരണവും നടത്തുന്ന ആളുകൾ ഇവരെ മറന്നുപോകുന്നു. പതിനായിരക്കണക്കിന് വരുന്ന നിർധനരായ രോഗികൾ, അവർക്ക് കിട്ടേണ്ട സമാശ്വാസം എന്ന് പറയുന്ന ഒരു ആശ്വാസ തുകയുണ്ട്. അത് രോഗിക്ക് 600 രൂപയും രോഗിയെ നോക്കുന്നവർക്ക് 600 എന്നാൽ ഇപ്പം ആ പൈസ പോലും കിട്ടുന്നില്ല. വൃക്ക, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആളുകൾക്ക്, ഹൃദയമായാലും എന്തെന്നായാലും ഇത് മാറ്റിവെക്കൽ ചെയ്ത സർജറി ചെയ്ത രോഗികൾക്ക് 5 വർഷമേ ആനുകൂല്യം കിട്ടുള്ളൂ. പക്ഷേ ഈ 5 വർഷം പോയിട്ട് കിട്ടണ്ടേ 10 വർഷമായിട്ടും ഇതുവരെ 1 വർഷമായിട്ടും കിട്ടുന്നില്ല. എന്നാൽ ഈ സർക്കാർ വരുമ്പോൾ നിങ്ങളിലെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. നിങ്ങളും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും വരുമ്പോൾ കിടക്കയിൽ കിടന്ന് വിലപിക്കുന്ന, ഡയാലിസിസ് ചെയ്യുന്ന, വൃക്കകൾ മാറ്റിവെച്ച, ക്യാൻസർ രോഗത്താൽ വേദന കൊണ്ട് പുളയുന്ന നിർധനരായ നിരവധി രോഗികളുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങണം, ഹോസ്പിറ്റലിൽ കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ ആഘോഷിക്കും? എല്ലാവരും നല്ല വസ്ത്രമെടുത്ത് എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ഒരു നേരത്തെ ആഹാരം, അതുപോലെ ഒരു ആഘോഷം അവരുടെ വീട്ടിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നിർധന രോഗികളും അവരുടെ ആശ്രിതരും അവരുടെ ഭാര്യമാരും മക്കളുമുണ്ട്. അവരെ മാറി മാറി വരുന്ന സർക്കാരുകൾ മറന്നുപോകുന്നു. ഒരു പ്രഖ്യാപനവും നടത്താതെ, അവർക്ക് വേണ്ടി ഒന്നും നൽകാതെ മറ്റ് മേഖലകളിലുള്ള എല്ലാ ആളുകൾക്കും ഓണത്തിന് അലവൻസ്, ഭത്ത, അതുപോലെ തന്നെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ കുടിശ്ശികയായി വെച്ച സമാശ്വാസ പെൻഷൻ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന സമാശ്വാസ തുകയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ ഒന്ന് നിക്ഷേപിക്കാൻ, അതൊന്ന് കൊടുക്കുവാൻ ഇവിടുത്തെ പ്രയാസമനുഭവിക്കുന്ന രോഗികളും ആ
സമാശ്വാസം കൈപ്പറ്റാൻ അർഹതപ്പെട്ട ആളുകൾക്ക് അത്രയല്ലേ വലിയ തുകയൊന്നും വേണ്ടല്ലോ. വലിയ തുകയൊന്നും ഈ പെൻഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന അത്ര തുകയൊന്നുമില്ലാതെ വളരെ തുച്ഛമായ തുക മാത്രമേ ഉള്ളൂ. ആ തുകയെങ്കിലും പ്രഖ്യാപിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തയ്യാറാകണം. അങ്ങിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷക്കൊത്ത് നിങ്ങളിൽ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഓണത്തിന് ഇനിയും ദിവസങ്ങളുണ്ട്. നിർധനരായ രോഗികൾക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ച് അവർക്ക് ഓണം ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.